ഹായ് ഹലോ ഇന്ന് നടന്ന 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാമിന് പോയത് അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ആൻസേഴ്സ് എന്തൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ നോക്കാം. അതിലെ നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചില്ലേ? അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പ്രവർത്തനം 1. മണിക്കല്ലിനെ പുഴ വീണ്ടും എടുത്തു തന്നിരുന്നെങ്കിൽ അത് കൂടുതൽ ചെറുതായേനെ. ഏറ്റവും ഒടുവിൽ മണൽത്തരിയായി മാറി കടലോരത്തെ അതിൻ്റെ സഹോദരങ്ങളായി ചേരുമായിരുന്നു. ആ മനോഹരമായ കടപ്പുറത്ത് കുട്ടികൾ പൂഴിമണലിലിരുന്ന് കളിക്കുകയും മണൽക്കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്യുമായിരുന്നു. ഓർത്തു നോക്കൂ, ഒരു മണിക്കല്ലിന് ഇത്രമാത്രം കഥകൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകളുണ്ടാകും. ജവഹർലാൽ നെഹ്റു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അത് കൂടുതൽ ചെറുതായേനെ. ഏത്? ആൻസർ പുഴ, പൂഴി, മണിക്കല്ല്, മണൽത്തരി. ഏതാണ്? മണിക്കല്ല് ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കടലോരത്തെ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പർവ്വതങ്ങളെ, പാറകളെ, കടപ്പുറത്തെ മണൽത്തരികളെ. മണൽത്തരികളെയാണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, കുട്ടികൾ പൂഴിമണലിലിരുന്ന് പണിയുന്നത് എന്താണ്? മണിക്കല്ല്, മണൽത്തരികൾ, മണൽ കൊട്ടാരം, പർവ്വതം. മണൽ കൊട്ടാരമാണ് ആൻസർ. നാലാമത്തെ ചോദ്യം, പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകളുണ്ടാകും? ആരുടെ കഥ ഓർത്താണ് ഈ പ്രസ്താവന? മണലിൻ്റെ, കടലിൻ്റെ, മണിക്കല്ലിൻ്റെ, പാറകളുടെ. മണിക്കല്ലിൻ്റെയാണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, മണിക്കല്ലിനെ എടുത്തു നടന്നതാര്? കടൽ, പാറ, പുഴ, പർവ്വം. പുഴയാണ് ആൻസർ. ഇനി പ്രവർത്തനം 2 നോക്കാം. യാത്രാനുഭവമാണ്. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിലുള്ള അഖിലിൻ്റെയും അമ്മുവിൻ്റെയും യാത്രാനുഭവങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ ചെറുതും വലുതുമായ യാത്രകൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാകും. മനസ്സിൽ തങ്ങി നിൽക്കുന്ന യാത്രാനുഭവം പങ്കുവെക്കുക. അപ്പോൾ ഇത് നമ്മൾ ചോദ്യം ഞാൻ എൻ്റെ ചാനലിലിട്ട ചോദ്യമാണ്. ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും? യാത്രാനുഭവ നിരീക്ഷണ വിശകലനം അല്ല, അത് വിശകലനം ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ സ്വാഭിപ്രായം എന്നിവയുടെ ഉചിതമായ ഭാഷയിൽ അവതരിപ്പിക്കുക. അതായത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളെ നിങ്ങൾ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതിൽ തന്നെ ബി ചോദ്യമുണ്ട്. എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാകും ഇത് കെട്ടിപ്പൊക്കാൻ? എന്തിനെക്കുറിച്ചാണ് ഈ പ്രസ്താവന? താജ്മഹൽ, ഇടുക്കി ഡാം, മുല്ലപ്പെരിയാർ ഡാം, കുറത്തിമല. ഇടുക്കി ഡാമാണ് ആൻസർ. അപ്പോൾ നിങ്ങൾ യാത്രാനുഭവം എഴുതുമ്പോൾ സന്ദർശിച്ച സ്ഥലത്തിൻ്റെ സവിശേഷതകൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അനുഭവത്തെ വൈകാരികമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പശ്ചാത്തല വിവരണവും മനോഹാരിതയും എടുത്തു കാണിച്ചിട്ടുണ്ട്. വാക്യഘടനാ ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്ത പ്രവർത്തനം കത്താണ്. ചിത്രത്തിൽ ആരൊക്കെയാണ് കാണുന്നത്? പോസ്റ്റ്മാനെ, വീട്ടമ്മയെ, കുഞ്ഞിനെ അല്ലേ. കത്തുകളിലൂടെ വിവരങ്ങൾ കൈമാറിയിരുന്ന കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ മൊബൈൽ ഫോൺ സന്ദേശങ്ങളുടെ കാലമാണല്ലോ. കത്തെഴുത്തിൻ്റെ സുഖം അറിയണമെങ്കിൽ അതെഴുതുക തന്നെ വേണം. ഓണാഘോഷത്തെക്കുറിച്ച് പ്രിയ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കത്തിൻ്റെ ഘടനയൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്തൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാകും എന്ന് നമുക്കൊന്ന് നോക്കാം. വൈകാരികമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നിർദ്ദിഷ്ട ആശയങ്ങൾ മറ്റൊരാളിലേക്ക് പകരുന്ന ശൈലി സ്വീകരിച്ച് എഴുതാൻ കഴിയുന്നു. ഇനി എന്തെല്ലാം സൂചകങ്ങൾ നിങ്ങൾ എഴുതിയതിലുണ്ടായിരിക്കണം? ഓണം ആഘോഷിച്ചതിൻ്റെ പ്രസക്തമായ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ആകർഷകമായ ഭാഷ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മുൻ അനുഭവങ്ങളെയും സമകാലിക അനുഭവങ്ങളെയും താരതമ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കത്തിന് അനുയോജ്യമായ ഭാഷാ ശൈലി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, കത്തിൻ്റെ ഘടന അതായത് അതിനൊരു തുടക്കമുണ്ട്, ആർക്ക്, ആര്, എവിടെ നിന്ന്, പിന്നെ സബ്ജക്റ്റ് അല്ലെ, വിഷയം, ഇതൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് എന്തായാലും കിട്ടും. ഇവിടെ പ്രവർത്തനം 4A വിവരണം എഴുതാനാണ്. പെരുമഴ. മഴ പെരുമഴ പെയ്യുന്നു. കളകളനാദം ഉയരുന്നു. ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. മിന്നാമിന്നികൾ പാറുന്നു. പെരുമഴ കുത്തി ഒലിക്കുന്നു. കുട്ടികൾ തുള്ളിച്ചാടുന്നു. ആർദ്ര എസ്
AS. പെരുമഴയെക്കുറിച്ചാണ് ഈ കവിത. പുഴയുടെ കൂട്ടുകാരിയായ ചാറ്റൽ മഴയെ മഴ ചാറുമ്പോൾ എന്ന കവിതയിലൂടെ പരിചയപ്പെട്ടല്ലോ. മഴയെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഉണ്ടാകാം. മഴ തോർന്നൊഴുകുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, മഴ ചാറുമ്പോൾ എന്ന് പറയുന്ന കവിത നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾ വിവരണം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യം നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരിക്കണം? ഈ വിവരണം തയ്യാറാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പഠന ലക്ഷ്യം എന്താണ്? കണ്ടും കേട്ടും വായിച്ചും നിരീക്ഷിച്ചും ലഭിച്ച വിവരങ്ങൾ ആശയച്ചോർച്ച കൂടാതെ അനുയോജ്യമായ ഭാഷയിൽ വിവരണം തയ്യാറാക്കാനുള്ള ഒരു ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടും. എന്തെല്ലാം സൂചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം? മഴ അനുഭവവുമായി ബന്ധപ്പെട്ട ആശയം വ്യക്തതയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭാവാത്മകമായും ഹൃദയഹാരിയായും അവതരിപ്പിക്കാൻ ഉതകുന്ന ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. സംക്ഷിപ്തത പാലിച്ചിട്ടുണ്ട്. വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് നേടാൻ സാധിക്കും. അടുത്ത പ്രവർത്തനം നോക്കാം. അതിൽ തന്നെ B ആണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഏത്? മിന്നുന്നതെല്ലാം പൊന്നല്ല, മണ്ണ് പൊന്നാക്കാം, പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്തൊരു കാര്യം, പൊന്നും കുടത്തിന് പൊട്ടുവേണ്ട. ഏതാണ്? മണ്ണ് പൊന്നാക്കാം എന്നുള്ളതാണ്. അടുത്തത് പ്രവർത്തനം പ്രസംഗം തയ്യാറാക്കാനാണ്. ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയുമെല്ലാം ഒന്നിച്ചു തുഴയുന്നുണ്ട്. ഇനി അവർ തനിച്ചാവുമോ? കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ ഭൂമി എന്ന കവിതയിലെ ഈ വരികൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇനി അവർ തനിച്ചാകുമോ എന്ന ചോദ്യം നമ്മളോടാണ്. പ്രകൃതി നേരിടുന്ന ആശങ്കകളാണ് ഇവിടെ തെളിയുന്നത്. മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തെക്കുറിച്ച് ലഘുപ്രസംഗം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ B ചോദ്യമുണ്ട്. താഴെ വീഴുകയാൽ ആകൃതി മാറും. ആർക്ക്? വയലിന്, പൊണ്ണാൾക്ക്, വാരിധത്തിന്, കാർമുകിലിന്. അല്ലേ, കാർമുകിലിനെയാണ് B ആൻസർ. ഇനി പ്രസംഗം തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പഠന ലക്ഷ്യമുണ്ട്. അതെന്താണ്? വ്യക്തമായ ഒരാശയത്തെ ചോർച്ചകളില്ലാതെ ഒന്നിലധികം പേർക്ക് സംവേദനം ചെയ്യാൻ അനുയോജ്യമായ ഭാഷയും ഘടനയും സ്വായത്തമാക്കാൻ കഴിയുന്നുണ്ട്. ഇനി നിങ്ങൾ എഴുതിയ ഉത്തരത്തിൽ എന്തെല്ലാമാണ്? പ്രകൃതി ഭംഗി, പ്രകൃതി നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ സ്വന്തം കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കണം. പ്രസംഗത്തിന് അനുയോജ്യമായ ഭാഷാ ശൈലി സ്വീകരിക്കണം. നിലപാടുകളെ ഹൃദയസ്പർശിയാക്കും വിധം അനുയോജ്യമായ ഭാഷയിൽ വിശദീകരിക്കണം. വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കും കിട്ടും. അടുത്തത് പ്രവർത്തനം 6, അവസാനത്തെ പ്രവർത്തനമാണ് അനുഭവക്കുറിപ്പ്. നീർനാഗം എന്ന പാഠഭാഗത്തിൽ ബഷീർ ചെയ്ത കുസൃതി എല്ലാവരെയും ചിരിപ്പിച്ചതാണല്ലോ. കുട്ടിക്കാലം കുസൃതികളുടേതും കൂടിയാണ്. ഓർക്കുമ്പോൾ ചിരി വരുന്ന ഏതെങ്കിലും ഒരനുഭവം പങ്കുവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഈ ഒരു അനുഭവക്കുറിപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പഠന ലക്ഷ്യം എന്താണ്? ആശയച്ചോർച്ച കൂടാതെ വ്യത്യസ്ത രീതിയിൽ ലഭിച്ച ആശയങ്ങൾ സ്വന്തം നിരീക്ഷണങ്ങൾ ചേർത്ത് എഴുതി തയ്യാറാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി എന്തെല്ലാം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും? കുട്ടിക്കാല അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഭാവം മനസ്സിൽ തട്ടും വിധം അവതരിപ്പിക്കാൻ ഉതകുന്ന ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അനുഭവങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ക്രമാനുഗതമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സംക്ഷിപ്തമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, പിന്നെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ മാർക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിൻ്റെ ആൻസർ കീസ്. ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.